കഥയാരംഭിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ നിന്നുമാണ്. അയുവിനോട് സംസാരിക്കാൻ വേണ്ടി ഡിറ്റോ റെസ്റ്റോറന്റിൽ വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യം അവളോട് പറയാനുണ്ട് എന്നവൻ അവളോട് വിളിച്ചു പറഞ്ഞിരുന്നു. വൈകാതെ അയു അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ഇരുവരും കഴിഞ്ഞ കുറെ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. നിലവിലൊരു ആക്ട്രസായി ജോലി നോക്കുന്ന അവൾ വന്നപാടെ ഡിറ്റോക്കടുത്ത് ഷൂട്ടിങ്ങിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അത് പറഞ്ഞപ്പോഴാ നിന്നോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിൽ ആരാ ആദ്യം പറയണ്ടേ? കോയിൻ ഫ്ലിപ്പ് ചെയ്ത് നോക്കിയാലോ? അയു ചോദിച്ചു. ഡിറ്റോ പറഞ്ഞു, അതിനെന്താ, നീ തന്നെ പറഞ്ഞു. വലിയൊരു കാര്യ. എന്താന്നറിയോ, ഇന്ന് സെറ്റിലാർന്നപ്പോ റിഫ്നു വന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്തടാ, കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഒരു വല്ലായ്മയോടെ ഡിറ്റോ ചിരിക്കാൻ ശ്രമിച്ചു. അവന്റെ ഉള്ളിൽ വിഷമമുണ്ട് എന്നത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ടാണോ അവൻ ചോദിച്ചപ്പോ പിന്നല്ലാതെ എന്നവൾ മറുപടിയും കൊടുത്തു. അപ്പോഴാണ് അയുവിന്റെ ഫോൺ റിങ് ചെയ്തത്. റിഫ വിളിക്കുന്നേ എന്ന് പറഞ്ഞവൾ കോളെടുത്ത് നേരെ പുറത്തേക്കിറങ്ങി. ഒരു ദുഃഖത്തോടെ ഡിറ്റോ അവളെ നോക്കി നിന്നിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഡിറ്റോയുടെ ചിന്തകൾ പഴയ കാലത്തിലേക്ക് നീങ്ങാൻ ആരംഭിച്ചു. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിയുമ്പോ നിങ്ങൾക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. പക്ഷേ എന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. അവൾ വ്യത്യസ്തമാണ്. ഡിറ്റോ അയുവിനെ ആദ്യമായി കാണുന്നത് ടിവിയിലായിരുന്നു. ചെറുപ്പം തൊട്ടേ ചൈൽഡ് ആർട്ടിസ്റ്റായി തന്നെ അയു സീരിയലുകളിൽ ഉണ്ടായിരുന്നു. അയുവിനെ കണ്ടപ്പോൾ ഒരു മാലാകിയെ പോലെ അന്നൊക്കെ ഡിറ്റോക്ക് തോന്നി. ടിവിക്കുള്ളിലേക്കെന്ന പോലെ കയറിയിരുന്ന് അടുത്തുനിന്ന് അവൻ എപ്പോഴും അയുവിനെ നോക്കിക്കണ്ടിരുന്നു. അയു അഭിനയിക്കുന്ന സീരിയലിലെ ഒരു എപ്പിസോഡ് പോലും അവൻ കാണാതിരുന്നിട്ടില്ല. പക്ഷേ അതേ അയു സ്കൂളിൽ പഠിക്കുമ്പോ തന്റെ അതേ സ്കൂളിൽ വരുമെന്നോ തന്റെ അടുത്ത ബെഞ്ചിൽ തന്റെ കൂടെ ഇരിക്കുമെന്നോ അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അയു അവന്റെ ക്ലാസ്മേറ്റായി. അതും തന്റെ അതേ ബെഞ്ചിലിരിക്കുന്ന കുട്ടി. ഇരുന്നപാടെ അയു അവനോട് പറഞ്ഞു, എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നെ ഉച്ച എന്നാ വിളിക്കുന്നെ, നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ടിവിയിൽ മാലാകയെ പോലെ തോന്നിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി തൊട്ടടുത്ത് വന്നിരുന്നാൽ, അതും സ്വന്തം ക്ലാസ്മേറ്റ് ആയാൽ ഏതൊരു ആൺകുട്ടിയാണ് അവളെ പിന്നെ വെറുമൊരു ഫ്രണ്ടായി നോക്കുക? ഡിറ്റോയ്ക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണമായിരുന്നു. അവൻ അവളെ ഉച്ച എന്ന് തന്നെ വിളിച്ചു. എല്ലാ കാര്യത്തിനും അവളുടെ കൂടെ തന്നെ അവൻ നിന്നു. ഏറ്റവും രസകരമായ കാര്യമെന്തെന്നാൽ അവനെപ്പോലെ അവൾക്കും മ്യൂസിക്കിൽ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂനിയർ ഹൈസ്കൂളിലെ തങ്ങളുടെ ബാൻഡിൽ ചേരാൻ ഡിറ്റോ തന്നെ അയുവിനെ നിർബന്ധിച്ചു. അപ്പോ അവൻ അവളുടെ പിന്നാലെ നടക്കുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ വരുമല്ലോ. ചെറുപ്പത്തിൽ അവളെ ടിവിയിൽ കാണാൻ മാത്രമാണ് ഡിറ്റോക്ക് സാധിച്ചിരുന്നതെങ്കിൽ അവളുടെ അടുത്ത സുഹൃത്തായതിൽ പിന്നെ അവളുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോകാനും ഷൂട്ടിംഗ് കാണാൻ വരെ ഡിറ്റോക്ക് സാധിച്ചിരുന്നു. ജൂനിയർ ഹൈ അവസാനിച്ച് ഹൈസ്കൂൾ പഠിക്കുന്ന സമയമായപ്പോഴേക്കും അവർ പിരിയാൻ പറ്റാത്ത വിധം അത്രമേൽ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്സായി മാറിക്കഴിഞ്ഞിരുന്നു. ഡിറ്റോയുടെ അമ്മയ്ക്കും അയുവിനെ വലിയ കാര്യമായിരുന്നു. തിരികെ അയുവിന്റെ അമ്മയ്ക്കും. അയു എപ്പോഴും ഡിറ്റോയെ ക്ലാസ് കട്ട് ചെയ്യിപ്പിക്കുന്നു, ഷൂട്ടിംഗ് സെറ്റിൽ കൊണ്ടുപോകുന്നു എന്നെന്ന് ഡിറ്റോയുടെ അമ്മ അയുവിനോട് പരാതി പറഞ്ഞു. അമ്മ, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അവൻ അവന്റെ ഇഷ്ടത്തിന് വരുന്നതാ എന്നയു പറയുന്നുണ്ടായിരുന്നു. ഹൈസ്കൂൾ ബാൻഡിൽ അവൾ ചേരുന്നുണ്ടോ എന്ന് ഡിറ്റോയുടെ അമ്മ ചോദിച്ചു. ഇല്ലെന്നും താൻ അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുക എന്നുമായിരുന്നു അയുവിന്റെ മറുപടി. ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്കും ഡിറ്റോയുടെ ഉള്ളിൽ ആദ്യ പ്രണയത്തിന്റെ മുട്ടിട്ടിരുന്നു. ആദ്യ പ്രണയം ഒരു സംഭവം തന്നെയാണ്. ഡിറ്റോ അയുവിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യിക്കാൻ പരമാവധി ശ്രമിക്കാൻ തുടങ്ങി. കളിയിൽ അവൻ ഗോള് നേടിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോ അയു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ബാക്കി കുട്ടികളൊക്കെയാണെങ്കിൽ അയുവിന് വേണ്ടി ചീർ ചെയ്യുകയും അവനെ താല്പര്യത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മത്സരമൊക്കെ കഴിഞ്ഞ് എന്നെപ്പോലൊരു ഫ്രണ്ടിനെ കിട്ടിയാല് നിനക്ക് വലിയ അഭിമാനമൊക്കെ തോന്നണം എന്ന മട്ടിൽ ഡിറ്റോ അയുവിനോട് സംസാരിച്ചു. ഓ, നീ നിന്നെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ എന്ന മട്ടിൽ അയു പറഞ്ഞതും നിനക്ക് അസൂയല്ലേടി എന്നായിരുന്നു ഡിറ്റോ അവളോട് ചോദിച്ചത്. അവർ തമ്മിൽ എപ്പോഴും അതുപോലുള്ള ചെറിയ കളിയാക്കലുകളും തമാശയും പതിവായിരുന്നു. അയുവിനെ കളിയാക്കി ഡിറ്റോ ഓടാൻ തുടങ്ങിയതും ചിരികളിയോടെ ഒരു കൂട്ടം പെൺകുട്ടികൾ അയുവിന്റെ അടുത്തേക്ക് വന്നു. എന്ത് ഭംഗിയാ ഡിറ്റോയെ കാണാൻ എന്നതിൽ മിലി എന്ന പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. അവനെ തന്നെയാണോ നീ ഉദ്ദേശിച്ചേ? അയു ചോദിച്ചു. അതേ എന്ന് മിലി പറഞ്ഞു. പിന്നാലെ അയുവിനടുക്കൽ മിലി, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് തിരക്കി. അയുവും ചെറിയൊരു ചിരിയോടെ അതിനെന്താ എന്ന് പറയുകയും ചെയ്തു. കഫറ്റീരിയയിലേക്ക് പോയ അയു മിലിയെ കൂടെ കൊണ്ടുചെന്ന് അന്ന് ഡിറ്റോക്ക് പരിചയപ്പെടുത്തുകയാണ്. ദാ പരിചയപ്പെടുത്തി, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞ് അയു അവിടെ നിന്ന് മാറിപ്പോയി. ഡിറ്റോ ആണെങ്കിൽ ഇതെന്തു കുന്തം എന്ന മട്ടിൽ നോക്കുന്നുമുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് അയുവുമായി സംസാരിക്കുമ്പോ, നീ എന്തിനാ മിലിയെ ഞാനുമായി പരിചയപ്പെടുത്തി അങ്ങനെ പോയത് എന്ന് അയു ചോദിച്ചു. വലിയ കൂളായി അഭിനയിച്ച് ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിക്കണം എന്നല്ലായിരുന്നു നിനക്ക്? ഇപ്പൊ നിനക്ക് നിന്റെ ആ ഗോള് പൂർത്തിയായില്ലേ എന്ന തരത്തിൽ അയു അവനെ കളിയാക്കാൻ തുടങ്ങി. നിനക്കത് കുഴപ്പമൊന്നുമില്ലേ? എന്തോന്നെന്ന് അയു തിരികെ ചോദിച്ചു ചെന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് അയുവിന്റെ അമ്മ ഡിറ്റോക്കും അയുവിനും കുടിക്കാനുള്ള ഡ്രിങ്കുമായി എത്തിയിരുന്നു. തന്റെ ഹോംവർക്ക് അയുവിന് കോപ്പി ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിലെത്തിയതായിരുന്നു ഡിറ്റോ. നീ ഇങ്ങനെ നിന്റെ ഹോംവർക്ക് അവൾക്ക് കോപ്പി ചെയ്യാൻ കൊടുക്കല്ലേ, അവളെ പഠിപ്പിച്ചു കൊടുക്ക്, ഇത് കുഴപ്പം
കുഴപ്പമില്ലെന്ന് അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെ എന്ന് അയുവിന്റെ അമ്മ അന്ന് ഡിറ്റോയോട് പറയുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിക്കാം ആന്റി എന്നായിരുന്നു ഡിറ്റോയുടെ മറുപടി. പിറ്റേന്ന് അയു ഒരു സീനിയർ പയ്യനുമായി നിന്ന് സംസാരിക്കുന്നത് ഡിറ്റോ കണ്ടിരുന്നു. അയു നടന്നു വന്നപ്പോ ഡിറ്റോ അടുത്ത് ചെന്ന് ചോദിച്ചു, ആരോ സീനിയർ പയ്യനുമായി അടുപ്പത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഓഹോ, നീ എന്റെ പുറകെ ഓരോന്ന് നോക്കിക്കൊണ്ട് നടക്കാണല്ലേ എന്ന തരത്തിൽ പറഞ്ഞ് അയു ഡിറ്റോയുമായി തമാശയുണ്ടാക്കി. ഡിറ്റോ അത് ചോദിച്ചെങ്കിലും ഡിറ്റോയുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടാകുന്നുണ്ടായിരുന്നു. അയു ആണെങ്കിൽ ഡിറ്റോക്കടുത്ത് മിലി വന്ന് തന്നോട് സംസാരിച്ച കാര്യവും നീ എന്താ അവളെ ചെയ്തേ, അവളിങ്ങനെ എന്നോട് വന്ന് പരാതി പറയുന്നത് എന്തിനാ, നീ ഇതുവരെ അവളെ പുറത്തു പോകാൻ വിളിച്ചില്ല എന്നാണല്ലോ അവള് പറയുന്നേ, നീ എന്താ അതൊന്നും ചെയ്യാത്തെ എന്ന് അവനോട് ചോദിച്ചു. അതിന് ആ പെണ്ണ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, നിന്നോട് വന്ന് ഇതൊക്കെ പറയുന്നത് എന്തിനാ എന്നായിരുന്നു ഡിറ്റോയുടെ മറുചോദ്യം. ആ സമയം അതുവഴി ഇരുവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മിലിയും കൂട്ടുകാരും പോകുന്നുമുണ്ട്. നീ പോയി അവളോട് സംസാരിക്ക് എന്ന് പറഞ്ഞ് അയു ഡിറ്റോയെ പറഞ്ഞയച്ചു. നിനക്ക് നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് സത്യസന്ധമായി അവളോട് പറ എന്നും അവൾ അയുവിനോട് പറഞ്ഞു. മിലിയെ പറഞ്ഞൊഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഡിറ്റോ എഴുന്നേറ്റ് മിലിക്കടുത്തേക്ക് നടന്നു ചെന്നത്. അവിടെത്തി മിലിയോട് സംസാരിക്കുമ്പോ അയുവിനടുത്ത് വന്ന് സീനിയർ കൊഞ്ചുന്നതും അയുവും താല്പര്യത്തോടെ സീനിയറിനോട് സംസാരിക്കുന്നതും ഡിറ്റോ നോക്കിക്കണ്ടു. ഡിറ്റോക്ക് വല്ലാത്ത അസൂയയും കുശുമ്പും ദുഃഖവും ദേഷ്യവും വന്നു. അതുകൊണ്ട് തന്നെ മിലി തന്റെ ബോയ്ഫ്രണ്ട് ആകാമോ എന്ന് അവിടെ വെച്ച് അതേസമയം അവനോട് ചോദിച്ചപ്പോ അവൻ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു പോവുകയാണ്. നാളുകൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മിലിയാണെങ്കിൽ ഡിറ്റോയോട് അടുക്കുവാനും മറ്റും ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡിറ്റോയുടെ ശ്രദ്ധയാണെങ്കിലോ സീനിയറുമായി അടുത്തുകൊണ്ടിരിക്കുന്ന അയുവിൽ തന്നെയായിരുന്നു. ആ ഒരു സമയത്താണ് ഹൈസ്കൂൾ ബാൻഡിലേക്ക് ആളുകളെ ചേർക്കുന്ന നോട്ടീസ് ഡിറ്റോ കാണുന്നതും. അയു ഏറെ ഇഷ്ടം കാണിക്കുന്ന സീനിയർ ബാൻഡിലെ അംഗമായതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ഡിറ്റോ തീരുമാനിച്ചു. വലിയ കാര്യമായി ഡ്രമ്മൊന്നും വായിക്കാൻ ഡിറ്റോക്ക് അറിയില്ലെങ്കിലും കുട്ടികളെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയുവിനെ പ്രേമിക്കുന്ന ബാൻഡിലെ പ്രധാന അംഗവും സീനിയറുമായ ധർമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിലും അയുവിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയും ഡിറ്റോയെ അവർ ബാൻഡിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഡിറ്റോ സ്കൂൾ ബാൻഡിലെ മെമ്പറായി മാറി. ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ പോലും എപ്പോഴും അയുവിന്റെ മേൽ ശ്രദ്ധ കൊടുക്കാൻ ഡിറ്റോ ശ്രമിച്ചിരുന്നു. മിലിക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നില്ല. എപ്പോഴും ഡിറ്റോ അയുവിനെയാണ് ശ്രദ്ധിക്കുന്നതെന്നും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മിലി തന്നെ ഡിറ്റോയോട് വന്ന് വാക്കുതർക്കമുണ്ടാക്കി ബ്രേക്കപ്പും പ്രഖ്യാപിച്ചു. പോണാൽ പോട്ടെ എന്ന മട്ടായിരുന്നു ഡിറ്റോയ്ക്ക്. കാര്യം ഒരിക്കലും അവൻ അവളെ പ്രണയിച്ചിട്ടേ ഇല്ലല്ലോ. ദേഷ്യപ്പെട്ട് അവനുമായി ബ്രേക്കപ്പ് ചെയ്ത് മിലി അവിടെ നിന്ന് പോയി. അവളുമായി ബ്രേക്കപ്പായ കാര്യം അന്ന് വൈകിട്ട് തന്നെ ഡിറ്റോ അയുവിനോട് പറഞ്ഞു. അയു പറഞ്ഞു, കല്യാണമാകുന്നവരെ നിനക്ക് എത്ര പെണ്ണുങ്ങൾ വേണേ പ്രേമിക്കാനൊക്കെ പറ്റിയേക്കും, പക്ഷെ കല്യാണമായ ഒരൊറ്റ പെണ്ണിലേക്ക് ഒതുങ്ങിക്കോണം. ഓ കല്യാണം, ഇപ്പോഴേ നീ കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിച്ചു തുടങ്ങിയില്ലേ? അതും പറഞ്ഞ് ഡിറ്റോ ആണെങ്കിൽ അവസരം മുതലെടുത്ത് അയുവിനെ കളിയാക്കാനും ആരംഭിച്ചു. ഉള്ളിൽ പ്രണയമുണ്ടെങ്കിലും ഒരു വട്ടം പോലും അത് പ്രകടിപ്പിക്കാൻ ഡിറ്റോ ശ്രമിച്ചിരുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്തെന്ന രീതിയിൽ അവളെ കളിയാക്കാനും മറ്റുമായിരുന്നു ഡിറ്റോ എപ്പോഴും ശ്രമിച്ചിരുന്നത്. അവർ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് കാറുമായി ഡർമ്മ വന്നു. അയു ഡർമ്മയ്ക്കൊപ്പം കാറിൽ കയറി. ശേഷം അവിടെ നിന്ന് ഓടിച്ചുപോയി. ഡിറ്റോക്ക് എന്തോ പോലുണ്ടായിരുന്നു. തനിക്കും ഒരു കാറ് വേണം എന്ന് ഡിറ്റോക്ക് തോന്നി. വീട്ടിലൊരു കാറുണ്ട്, അത് തനിക്ക് എടുക്കാമല്ലോ. ആ കാര്യം വീട്ടിലവൻ അവതരിപ്പിച്ചു. പക്ഷേ വാപ്പ അതിന് സമ്മതിച്ചില്ല. വേണമെങ്കിൽ നീ തന്നെ പണിയെടുത്തൊരു കാറ് വാങ്ങടാ എന്ന ഭാവമായിരുന്നു വാപ്പാക്ക്. അന്ന് രാത്രി വൈകി കിടന്നുറങ്ങുമ്പോ അയുവിന്റെ ഫോൺ കോൾ ഡിറ്റോക്ക് വന്നു. അന്ന് രാത്രി അവൾക്ക് ഷൂട്ടിംഗ് ഉണ്ട്. അവളൊരു കോസ്റ്റ്യൂം മറന്നു വെച്ചിരുന്നു. അതെടുത്തുകൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചാണ് അവൾ ഡിറ്റോയെ വിളിച്ചത്. അയുവാണല്ലോ വിളിക്കുന്നത്. ഡിറ്റോക്ക് എന്ത് ചിന്തിക്കാൻ, കോസ്റ്റ്യൂമും എടുത്ത് അവൻ നേരെ സെറ്റിലേക്ക് എത്തി. അവിടെ എത്തിയതും അവസരം മുതലെടുത്ത് നിന്റെ ബോയ്ഫ്രണ്ട് അവിടെ പോയി എന്ന മട്ടിലൊന്ന് കുത്തിക്കാണിക്കുകയും ഡിറ്റോ ചെയ്തിരുന്നു. ഇപ്പോഴും നിനക്ക് എന്നെ തന്നെ എല്ലാത്തിനും വേണമല്ലേ എന്ന മട്ടിൽ അവൻ ചോദിക്കുകയും ചെയ്തു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ എന്നായിരുന്നു അയുവിന്റെ മറുപടി. പിന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊന്നും ധർമ്മ വരാറുമില്ല, കണ്ടു കിട്ടാറുമില്ല എന്നൊരു പരാതിയും അയു പറയുന്നുണ്ട്. പിറ്റേന്ന് ബസ്സിലായിരുന്നു ഡിറ്റോ സ്കൂളിലേക്ക് വന്നത്. അവൻ നോക്കുമ്പോ ധർമ്മ തന്റെ കാറിൽ സ്കൂളിലെത്തുന്നു. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോ അയുവിനോട് ഡിറ്റോ സംസാരിച്ചു. തനിക്കൊരു കാർ വാങ്ങണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നീ ആദ്യം പണിയെടുക്കണം എന്നായിരുന്നു അയു അവനെ ഉപദേശിച്ചത്. തന്നെ പോലെ പാർട്ട് ടൈമായി ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലി ചെയ്യാൻ അയു അവനോട് പറഞ്ഞു. പിന്നെ കാറൊന്നും അത്ര അത്യാവശ്യമല്ലല്ലോ, ആദ്യം നീ ഒരു സ്കൂട്ടറെങ്കിലും മേടിക്ക് എന്നയു അവനെ ഉപദേശിച്ചു. പിന്നെ ഒരേ ഒരു കാര്യമുള്ളത്, നിന്റെ സ്കൂട്ടറിൽ ഫസ്റ്റ് റൈഡ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്നും അവൾ പറഞ്ഞിരുന്നു. ഡിറ്റോക്ക് സന്തോഷം തോന്നി. പണിയെടുത്ത് താനൊരു സ്കൂട്ടർ വാങ്ങും എന്നവൻ അവളോട് പ്രോമിസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കാർ വാങ്ങുമെന്നും. അയുവിന്റെ വാക്കുകൾ എപ്പോഴും ഡിറ്റോയെ ഏതൊരു മോട്ടിവേറ്ററേക്കാൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ഡിറ്റോ അങ്ങനെ ജോലി കണ്ടെത്തി. ഒരു റെസ്റ്റോറന്റിൽ ബാൻഡിനൊപ്പം ഡ്രംസ് ഒക്കെ വായിക്കുന്ന ജോലി. അവന്റെ ആദ്യ പരിപാടി കാണാൻ അയുവും എത്തിച്ചേർന്നിരുന്നു. സന്തോഷത്തോടെ അയു ഡിറ്റോയോട് സംസാരിച്ചു. നിന്റെ പരിപാടി ഇഷ്ടപ്പെട്ടെന്നും പണമൊക്കെ സേവ് ചെയ്യണം എന്നും അയു ഡിറ്റോയെ ഉപദേശിച്ചു. ഒക്കെ സേവ് ചെയ്യാം,
ഇതിന്റെ ആദ്യ പരിപാടിയല്ലേ, ഇന്ന് എന്റെ ട്രീറ്റ്, നിനക്ക് ഫുഡ് ഞാൻ വാങ്ങിത്തരും എന്ന് ഡിറ്റോ പറഞ്ഞപ്പോ അത് വേണോ എന്നാദ്യം ചോദിച്ചെങ്കിലും ഡിറ്റോ നിർബന്ധിച്ചപ്പോ അയു സമ്മതിച്ചു. പിന്നാലെയാണ് ഡർമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഡർമ്മയെ കണ്ടതും ഡിറ്റോക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് അയുവാണെങ്കിൽ ഇന്ന് ഡിറ്റോയുടെ ചിലവ, ഡിറ്റോ ഫുഡ് വാങ്ങിത്തരുമെന്ന പറഞ്ഞ് എന്ന് ഡർമ്മയോട് പറയുകയും ചെയ്തു. താൻ പണിയെടുത്തുണ്ടാക്കിയ പൈസയ്ക്ക് ഡർമ്മയ്ക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത് ഡിറ്റോക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊന്നുമില്ല, നീയല്ലേ എന്നോട് പണം സേവ് ചെയ്യാൻ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ പോവുക എന്നൊരു കൂസലുമില്ലാതെ ഡിറ്റോ അവരോട് പറഞ്ഞു. അയുവും ഡർമ്മയും വല്ലാതായി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അടുത്തൊരു ദിവസം സ്കൂളിൽ കളി നടക്കുകയായിരുന്നു. അതേസമയം ഒരു വശത്തു നിന്ന് അയുവും ഡർമ്മയും സംസാരിക്കുന്നുമുണ്ട്. അത് കണ്ട് ഡിറ്റോയുടെ ശ്രദ്ധ മാറി. ഡിറ്റോയ്ക്ക് മര്യാദക്ക് കളിക്കാനേ പറ്റിയില്ല. അങ്ങോട്ടേക്ക് ഡിറ്റോ നടന്നു ചെല്ലുമ്പോ കാണികളിലിരുന്ന ഒരു പെൺകുട്ടി ഡിറ്റോക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ച് വെള്ളം കൊടുത്തു. അവന്റെ അടുത്ത് താല്പര്യത്തോടെ സംസാരിക്കുകയും ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. 2 ആഴ്ച കടന്നുപോയി. ഒരു ദിവസം ഡിറ്റോയുടെ പരിപാടി നടക്കുന്ന റെസ്റ്റോറന്റിൽ ആ പെൺകുട്ടി എത്തിയിരുന്നു. അയുവും ഡർമ്മയും അങ്ങോട്ടേക്ക് വന്നു. അന്ന് അവിടെ വെച്ചാണ് ആ പെൺകുട്ടി എത്ര കാർക്കശ്യക്കാരിയാണ് എന്ന കാര്യം ഡിറ്റോ തിരിച്ചറിയുന്നത്. ഭക്ഷണകാര്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാതെ നിർബന്ധവും വാശിയും കാണിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഈ സമയം ഡിറ്റോയും അയുവും വളരെ തമാശ പറഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് സംസാരിക്കുന്നതൊക്കെ ഡർമ്മയും ആ പെൺകുട്ടിയും നോക്കിക്കാണുന്നുണ്ട്. അവരുടെ അടുപ്പം ഇരുവർക്കും മനസ്സിലാകുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഡിറ്റോയും അയുവും ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചതുമില്ല. അയുവിനും ഡിറ്റോ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന അച്ഛ എന്ന ആ പെൺകുട്ടിയെ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിറ്റേന്ന് അയു തന്നെ ഡിറ്റോയോട് അവളാക്ക് ഫേക്ക, ഒരു ജെനുവിനിറ്റിയും ഇല്ല, അവളെ നീ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞു. അങ്ങനാണെ നിന്റെ ഡർമ്മയും ഫേക്ക, നമ്മളെപ്പോഴും ഒന്നിച്ചുള്ളപ്പോ അവൻ ഫുൾ ടൈം ഫോണിലാ, നീ ശ്രദ്ധിക്കുന്നില്ലേ, അവൻ വേറെ ഏതോ പെണ്ണിനെ ടെക്സ്റ്റ് ചെയ്യുക എന്ന മട്ടിൽ ഡിറ്റോയും പറഞ്ഞു. നീ വെറുതെ പറയുക, ഞാനിപ്പോ അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഡർമ്മയെ നീ കുറ്റപ്പെടുത്തുവല്ലേ എന്ന മട്ടിലായി അയു. പിന്നെ നിന്നെ കണ്ടിട്ടില്ലേ എപ്പോഴും അവന്റെ പുറകെ ഇങ്ങനെ ചിരിച്ച് സൗമ്യമായിട്ടൊക്കെ, നീ അങ്ങനെയല്ല, നീ എന്തിനാ അവന്റെ മുമ്പിൽ അഭിനയിക്കുന്നേ, അത് അവനങ്ങനെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ആയാലെന്താ കുഴപ്പം എന്നായിരുന്നു അയു ചോദിച്ചത്. പക്ഷേ അടുത്ത ദിവസം തന്നെ അത് സംഭവിച്ചു. അവർ ഒന്നിച്ചുള്ള ഒരു സമയം ധർമ്മയുടെ ഫോണിലേക്ക് നിരവധി മെസ്സേജ് വന്നപ്പോ അയു അത് ശ്രദ്ധിച്ചിരുന്നു. ധർമ്മ മാറിക്കഴിഞ്ഞും മെസ്സേജ് വന്നപ്പോ അയു ആ ഫോൺ എടുത്തു നോക്കി. ധർമ്മ തന്നെ ചതിക്കുകയായിരുന്നു, അവൻ വേറൊരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് ഞെട്ടലോടെ അയു മനസ്സിലാക്കി. അന്ന് രാത്രി അയു ഡിറ്റോയെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഡിറ്റോ ആ സമയം പുറത്തായതുകൊണ്ട് അയു പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ ബ്രേക്കപ്പ് ആയെന്ന് മാത്രം അവൻ കേട്ടു. കരഞ്ഞ് വീടിനുള്ളിൽ കുറെ ഫുഡും കഴിച്ച് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ കിടന്ന അയുവിന് പുറത്തുനിന്ന് ഹോണടിച്ച് ഡിറ്റോ വിളിക്കുകയാണ്. അയു പുറത്തിറങ്ങി നോക്കുമ്പോ താൻ പുതുതായി വാങ്ങിയ സ്കൂട്ടറുമായി അവളുടെ വീടിന് പുറത്ത് ഡിറ്റോ എത്തി നിന്നിരുന്നു. അത് കണ്ടതും അയുവിന് സന്തോഷം തോന്നി. അവന്റെ സ്കൂട്ടറിലെ ഫസ്റ്റ് റൈഡ് അയുവും ഡിറ്റോയും കൂടി പുറത്ത് പോവുകയാണ്. പോകുന്ന വഴിക്ക് നിന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ അലറി വിളിച്ച് പറഞ്ഞു തീർക്കാൻ ഡിറ്റോ അയുവിനോട് പറഞ്ഞു. അയുവും അത്തരത്തിൽ ധർമ്മ ഒരു ചീറ്ററാണ് എന്ന മട്ടിൽ വിളിച്ചു പറഞ്ഞ് തന്റെ ഉള്ളിലെ കലിയൊരുവിധം തീർത്തു. ശേഷം ഒരിടത്ത് വണ്ടി നിർത്തി ഇരുവരും നിൽക്കാൻ തുടങ്ങി. അയു അപ്പോഴും ദുഃഖിതയായിരുന്നു. ഡിറ്റോ അത് കണ്ട് അവളോട് തന്റെ പ്രണയം പ്രപ്പോസ് ചെയ്തു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അതൊരു സ്വപ്നമായിരുന്നു എന്ന് ഡിറ്റോ തിരിച്ചറിഞ്ഞു. അവൻ പ്രപ്പോസ് ചെയ്തിരുന്നില്ല. അയു വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് റോഡിന്റെ സൈഡിൽ ഒരിടത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി. ഡിറ്റോ അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ കരയുന്ന കണ്ട് ഡിറ്റോക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഡിറ്റോ അവളെ ആശ്വസിപ്പിച്ചു. അവനെ ഞാൻ അധികം ശ്രദ്ധിക്കാതിരുന്നുണ്ടാവുമോ അവൻ എന്നെ ചതിച്ചത് എന്നവൾ ചോദിച്ചപ്പോ അതറിയില്ല, പക്ഷേ നീ ഇങ്ങനെ പൊട്ടിയാവരുത് എന്ന് ഡിറ്റോ പറഞ്ഞു. അവനെ മറന്നേക്ക്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആണുങ്ങൾ ഇനിയുമുണ്ടാകും എന്നവൻ പറഞ്ഞു. പക്ഷേ എനിക്കവനെ ഒരുപാട് ഇഷ്ടമാ എന്നായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ പ്രണയത്തെപ്പറ്റി അവരിരുവരും സംസാരിച്ചു. പ്രണയിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ മുൻകൂട്ടി കാണാൻ പറ്റണം എന്ന് ആ സമയം ഡിറ്റോ സൂചിപ്പിക്കുന്നുമുണ്ട്. നിനക്കങ്ങനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോ അറിയാമെന്നും പക്ഷേ എനിക്ക് അവളുമായി പ്രണയത്തിലാവാൻ സാധിച്ചിട്ടില്ല എന്നുമായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. ഒരു ആശ്വാസത്തിന് ഡിറ്റോയുടെ തോളിൽ തലചായ്ച്ച് അയു കിടന്നു. അടുത്ത ദിവസം തന്നെക്കാൾ മുമ്പ് ഡിറ്റോയുടെ പുതിയ സ്കൂട്ടറിൽ അവൻ അയുവിനെ കൊണ്ട് റൈഡിന് പോയി എന്നതിന്റെ പേരിൽ അച്ഛ അവരുമായി ബ്രേക്കപ്പ് ചെയ്തു. ധർമ്മയുമായി അയയും ബ്രേക്കപ്പ് ചെയ്തിരുന്നു. വീണ്ടും നാളുകൾ കടന്നുപോയി. ഹൈസ്കൂളിന്റെ അവസാന ഘട്ടം എത്തി. ഡിറ്റോ സയൻസ് ഡിവിഷനായിരുന്നു ഏവരും പറഞ്ഞിട്ടെടുത്തിരുന്നത്. അയ്യാണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസും. പക്ഷേ അയ്യെ തനിച്ചാക്കാൻ ഡിറ്റോക്ക് പറ്റില്ലായിരുന്നു. അവളുടെ കൂടെ നിൽക്കാൻ അവൻ സോഷ്യൽ സ്റ്റഡീസിലേക്ക് മാറി. വീട്ടുകാരടക്കം എന്തിനാ അവനത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഡിറ്റോയുടെ ഉമ്മ വിളിച്ച് അവനെന്തിനാ സോഷ്യൽ സ്റ്റഡീസിലേക്ക് മാറുന്നേ, നീ അവനോട് അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ അയുവും ഡിറ്റോയെ ചോദ്യം ചെയ്തു. പക്ഷെ തനിക്കിപ്പോ കുറെ പണികളുണ്ടെന്നും ജോലിയും പഠനവും ഒക്കെ കൂടി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ സയൻസ് പാടായിരിക്കും എന്ന് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറി. യാഥാർത്ഥ്യത്തിൽ അയുവിന് വേണ്ടിയായിരുന്നു അവൻ സോഷ്യൽ സ്റ്റഡീസ് തിരഞ്ഞെടുത്തത്.
തിരഞ്ഞെടുത്തത്. പക്ഷെ അവനത് അവളോട് പറഞ്ഞതേയില്ല. ആ കാലഘട്ടം വളരെ സരസമായിരുന്നു. സ്കൂൾ ഇലക്ഷനിൽ ഡിറ്റോ വിജയിച്ച് സ്കൂൾ പ്രസിഡന്റായി. അയുവിനും അതിൽ അഭിമാനം തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴും അവളോട് പ്രണയം പറയാൻ അവൻ മടിച്ചു നിന്നു. അയുവിനു വേണ്ടി ഹൈസ്കൂളിൽ വെച്ച് താനൊരു ബെറ്റർ പേഴ്സണായി മാറും എന്നവൻ സ്വയം പ്രതിജ്ഞ ചെയ്തിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡിറ്റോ ഒരു ബാൻഡിൽ ജോയിൻ ചെയ്തു. വലിയ ഇവന്റുകളിലൊക്കെ പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ ആരംഭിച്ചു. ടിവിയിൽ വരെ അവൻ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. സ്കൂളിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഡിറ്റോ വളർന്നു. എന്നിരുന്നാലും അതൊന്നും തന്നെ അയുവിന്റെയും ഡിറ്റോയുടെയും സൗഹൃദത്തിൽ ഒരകലവും തീർത്തിരുന്നില്ല. വീണ്ടും വീണ്ടും അവരുടെ സൗഹൃദം അടിപൊളിയായി മുമ്പോട്ടു പോയി. അപ്പോഴും അവളോടുള്ള തന്റെ പ്രണയം പറയുവാൻ ഡിറ്റോക്ക് മടിയായിരുന്നു. അങ്ങനെ ഹൈസ്കൂൾ ക്ലാസുകൾ അവസാനിക്കുകയായിരുന്നു. പ്രോം നൈറ്റിന്റെ രാത്രി ഡാൻസ് പാർട്ടിക്ക് പോകുവാൻ അയുവിനെ പിക്ക് ചെയ്യാൻ ഡിറ്റോ എത്തിയിരുന്നു. അണിഞ്ഞൊരുങ്ങി അയു വന്നു. ഡിറ്റോ അവളെ നോക്കി നിന്നു. അവരൊന്നിച്ച് പ്രോം നൈറ്റിന് പോയി. ആദ്യത്തെ DJ പാട്ടുകൾക്ക് ശേഷം പ്രണയം നിറയുന്ന ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു ഘട്ടമെത്തിയപ്പോ ഇരുവരും മടിച്ച് ഡ്രിങ്ക് ചെയ്യാൻ പിന്നിലേക്ക് വന്നു. അന്ന് അയുവിനോട് പ്രപ്പോസ് ചെയ്യാൻ ഡിറ്റോ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവളോട് അവൻ പ്രണയം പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഫേവറേറ്റ് പാട്ട് ബാൻഡ് പാടാൻ തുടങ്ങി. അവളത് ആസ്വദിക്കാൻ മുമ്പോട്ട് പോയി. അയു ഡാൻസ് ചെയ്യുന്നതും മറ്റും ഡിറ്റോ നോക്കി നിന്നിരുന്നു. അന്നും അവളോട് തന്റെ ഫീലിംഗ്സ് പറയാൻ അവന് സാധിച്ചില്ല. വൈകാതെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് റിസൾട്ട് വന്നു. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഡിറ്റോക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. അവൻ ദുഃഖിതനായി. പക്ഷേ അയു അവനെ ആശ്വസിപ്പിച്ചു. തുടർ പഠനത്തിന് ബാന്തുങ് എന്നിടത്തേക്ക് ജക്കാർത്ത വിട്ട് അവന് പോകണമായിരുന്നു. പോകുന്നതിലല്ല, അയുവിനെ വിട്ട് പോകേണ്ടി വരുമല്ലോ എന്നതിലായിരുന്നു അവൻ കൂടുതൽ വിഷമിച്ചത്. പക്ഷെ നിനക്കെന്നെ കോള് ചെയ്യാലോ, നീ പോയിട്ട് വാ എന്നൊക്കെ അയു അവനോട് സംസാരിച്ചു. അവർ സംസാരിച്ചു നിൽക്കെ അയുവിനെ പിക്ക് ചെയ്യാൻ ധർമ്മ കാറുമായി അങ്ങോട്ട് വന്നു. ധർമ്മയും അയുവും പഴയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെന്നും ധർമ്മ സോറി പറഞ്ഞ് അവരിരുവരും വീണ്ടും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചെന്നും അപ്പോഴാണ് അയുവിൽ നിന്ന് ഡിറ്റോ അറിയുന്നത്. ഡിറ്റോക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അതോടെ തന്റെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും അടയുന്ന പോലെ ഡിറ്റോക്ക് അനുഭവപ്പെട്ടു. ബാൻതുങ്ങിലേക്ക് പോവണ്ട എന്ന് കരുതിയിരുന്ന അവൻ അതോടെ പോവാൻ തീരുമാനിച്ചു. അവളെ സ്വന്തമാക്കൽ തന്റെ ഡെസ്റ്റിനി പോലും ആയിരിക്കില്ല എന്നവൻ ചിന്തിച്ചിരുന്നു. വൈകാതെ ആ ദിവസം എത്തി. ബാന്തുങ്ങിലെ കോളേജിലേക്ക് ഡിറ്റോ പോകുന്ന ദിവസം യാത്രയാക്കാൻ അയു വന്നിരുന്നു. തന്റെ ഉള്ളിലെ വിഷമം മറച്ച് കരയുന്നത് അടക്കി പിടിച്ചു വെച്ച് ഡിറ്റോ അയുവിനോട് യാത്ര പറഞ്ഞു. അവളെ ചിരിപ്പിക്കാൻ തമാശകളുണ്ടാക്കി. പക്ഷെ കാറിൽ കയറിയതും അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളില്ലാതെ താനേറെ ഒറ്റപ്പെട്ടു പോകും എന്നുവരെ അവൻ ചിന്തിച്ചു. ബാന്തുങ്ങിലെ കോളേജ് കാലം ഡിറ്റോക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവൻ കൂടുതൽ എൻഗേജ്ഡ് ആവാനും പഠനത്തിൽ ശ്രദ്ധിക്കാനും തന്റെ മ്യൂസിക് കരിയറുമായി മുമ്പോട്ട് പോവാനും ആരംഭിച്ചു. എന്നിരുന്നാലും എപ്പോഴും അവൻ അയുവിനെ വിളിക്കുകയും ഓരോ കാര്യത്തെപ്പറ്റിയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനിടയിൽ ഒരു ദിവസം വിളിച്ചപ്പോ വീണ്ടും ധർമ്മയുമായി താൻ ബ്രേക്കപ്പായി എന്ന കാര്യം അവൾ അവനോട് പറഞ്ഞു. ഡിറ്റോക്ക് ഏറെ സന്തോഷം തോന്നിയിരുന്നു. ഏറെ നല്ല കാര്യം എന്നായിരുന്നു അവൻ പറഞ്ഞത്. നീ അവിടെ എത്ര പെണ്ണുങ്ങൾ വളച്ചു എന്നായിരുന്നു അവളുടെ മറുചോദ്യം. ഞാനതിലൊന്നും നോക്കുന്നില്ല, നന്നായി പഠിക്കാനാ നോക്കുന്നേ എന്നവൻ മറുപടിയും പറഞ്ഞു. ഇനി നീ വരുമ്പോ ബാന്തുങ്ങിലെ പ്രധാന ഭക്ഷണമായ സിയോമൈ ബാന്തുങ് കൊണ്ടുവരണേ എന്നവൾ പറയുകയും ചെയ്തു. പക്ഷെ വൈകാതെ അവളുടെ സെറ്റിൽ അവൾക്കത് കൊണ്ടുകൊടുക്കാൻ മറ്റൊരാളുണ്ടായിരുന്നു. റിഫ എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. റിഫുവുമായി അയുവിന്റെ സൗഹൃദം വർദ്ധിച്ചു. ആ ഒരു സമയത്താണ് തന്റെ അതേ കോളേജിൽ പഠിക്കുന്ന ഡില എന്ന പെൺകുട്ടിയെ ഡിറ്റോ പരിചയപ്പെടുന്നതും. കണ്ട മാത്രയിൽ ഡിറ്റോക്ക് അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നാതിരുന്നില്ല. ഡിലയും ഡിറ്റോയും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മറുവശത്ത് അയുവും റിഫുവും തമ്മിലുള്ള സൗഹൃദവും പ്രണയത്തിലേക്ക് വഴിനീളുകയായിരുന്നു. പക്ഷേ ഡിറ്റോ എപ്പോഴും പണം സേവ് ചെയ്യുന്നതിലും തട്ടുകടയിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലുമൊക്കെ ഡിലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും അവളെ സന്തോഷിപ്പിക്കാൻ ഡിറ്റോ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. തന്റെ സേവിങ്സ് വെച്ച് അയുവിന് കൊടുത്ത വാക്കുപോലെ ഡിറ്റോ ഒരു കാറ് വാങ്ങി. അതുമായി അവൻ ആദ്യം പോയതും അയുവിന്റെ അടുത്തേക്കായിരുന്നു. അവരൊന്നിച്ച് അന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തുപോയി. ഒരുപാട് സംസാരിച്ചു. ഇരുവരുടെയും പ്രണയത്തെപ്പറ്റിയും പുതിയ പാർട്ട്നേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാറ് വാങ്ങിയിട്ട് നിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു എന്നൊരു റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അയു അവനോട് ചോദിച്ചു. അവൾക്കറിയില്ലെന്നും കാറ് വാങ്ങി നിന്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുവന്നത് എന്നുമായിരുന്നു ഡിറ്റോയുടെ മറുപടി. ഓ, ഞാൻ നിനക്കത്ര സ്പെഷ്യലാണല്ലേ എന്നൊക്കെ അയു പറയുകയും ചെയ്തു. പിന്നാലെ സംസാരം തുടർന്നപ്പോ തമാശ രീതിയിൽ ഡിറ്റോ അവളോട് ചോദിച്ചു. നീ പറഞ്ഞ പോലെ ഞാൻ ആദ്യം സ്കൂട്ടർ വാങ്ങി, ഇപ്പോ കാറ് വാങ്ങി, ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് കോളേജിൽ നിന്ന്
ഗ്രാജുവേറ്റ് ആകണം, കല്യാണം കഴിക്കണം, വീട് വാങ്ങണം, കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞോ? ജീവിതത്തെ പറ്റി വലിയ കാര്യമൊക്കെ നീ സംസാരിക്കാൻ പോവാണേല് ഈ ട്രീറ്റ് ഒന്നും കൊണ്ട് മതിയാവില്ല, വലിയ ട്രീറ്റ് തന്നെ വേണം. അവർ വീണ്ടും തമാശകൾ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്നു. ഒടുവിൽ അയ്യോ അവനോട് പറഞ്ഞു, നമുക്കൊരു ഡബിൾ ഡേറ്റിന് പോയാലോ? നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടാ, ഞാൻ റിഫുവിനെയും കൊണ്ടുവരാം. ഡിറ്റോക്ക് വലിയ താല്പര്യം തോന്നിയില്ലെങ്കിലും അയ്യോ ചോദിച്ചുകൊണ്ട് അവൻ ഓക്കെ പറഞ്ഞു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർ ഡബിൾ ഡേറ്റിന് പോയി. അയ്യവും ഡിറ്റോയും പതിവ് പോലെ തമാശകൾ പറഞ്ഞും ഏറെ അടുപ്പത്തിലും സംസാരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. റിഫുവും ഡിലയും അതത്ര താല്പര്യമില്ലാതെ നോക്കിക്കണ്ടു. ഡിറ്റോ അയ്യുവിനോട് കാണിക്കുന്ന താല്പര്യവും അയ്യുവിനോട് കാണിക്കുന്ന അടുപ്പവും ഡിലയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്ന് തിരിച്ച് അവിടെ നിന്ന് ഡേറ്റ് കഴിഞ്ഞു പോകുമ്പോ അതിനെപ്പറ്റി ഡില ഡിറ്റോയോട് ചോദിച്ചു. തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണ് എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. പക്ഷേ നിനക്ക് അവളോട് ഫീലിംഗ്സ് ഒന്നും തോന്നിയിട്ടില്ലേ? ഇത് വിചിത്രമായി തോന്നുന്നല്ലോ. ഇത്ര കൊല്ലം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ ഒരിക്കൽ പോലും നീ അവളെ ഡേറ്റിന് ക്ഷണിച്ചിട്ടില്ലേ എന്നൊക്കെ ഡില കുത്തി ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് തമാശയൊക്കെ കാണിച്ച് ഡിറ്റോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഡില കൂടുതലായി ചോദിച്ചതുമില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ഡില എപ്പോഴും ഡിറ്റോയുടെ പ്രീതി പിടിച്ചു പറ്റാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തെ പറ്റിയൊക്കെ എപ്പോഴും സംസാരിക്കും. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നൊക്കെ അവൾ പറയുമായിരുന്നു. പക്ഷേ ഡിറ്റോക്ക് അതൊന്നും അത്ര കണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഓരോ തവണയും അവളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഒടുവിൽ ഒട്ടും പറ്റാതായപ്പോ അവൻ അയ്യുവിനെ വിളിച്ചു. ഡിലയെ ബ്രേക്കപ്പ് ചെയ്താലോ എന്നാ താൻ ആലോചിക്കുന്നേ എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അവൻ അവളോട് പറഞ്ഞു. നീ ഇപ്പോ കുട്ടിയൊന്നുമല്ല, ഡില നിന്നെ ആത്മാർത്ഥമായല്ലേ സ്നേഹിക്കുന്നേ. നിനക്കിങ്ങനെ എപ്പോഴും ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്കിപ്പ് ചെയ്തു പോവാൻ പറ്റില്ല ഡിറ്റോ എന്നായിരുന്നു അയ്യു പറഞ്ഞത്. അവൾ നിനക്ക് വേണ്ടി അവളുടെ ജീവിതത്തിലെ 4 കൊല്ലം ഇപ്പോ തന്നെ തന്നു കഴിഞ്ഞു. എന്നിട്ട് നിനക്കിപ്പോ അവളെ ഒഴിവാക്കണമെന്നോ? അയ്യു വന്ന് ഡിറ്റോയെ ഒരുപാട് ശകാരിച്ചു. എനിക്കിടയിലെ ഇഷ്ടമൊക്കെയാ, പക്ഷെ അവളും ഒന്നിച്ച് എന്റെ ഫ്യൂച്ചർ കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഡിറ്റോ അവളോട് പറഞ്ഞു. കമ്മിറ്റ്മെന്റിനും ഫെയ്ത്ത്ഫുൾനെസ്സിനും ഒക്കെ ഒരുപാട് സമയമെടുക്കും, നീ ആലോചിച്ച് തീരുമാനിക്ക് എന്ന് പറഞ്ഞ് അയ്യു കോൾ കട്ട് ചെയ്തു. അയ്യു ആ സമയം റഫയ്ക്കൊപ്പം പുറത്ത് ഡിന്നറിന് റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയായിരുന്നു. അത്ര നേരം അയ്യു ഡിറ്റോയോട് സംസാരിച്ച് മടങ്ങി വന്നപ്പോ റിഫുവിനതിൽ നീരസമുണ്ടായിരുന്നു. വീണ്ടും ഡിറ്റോയെ പറ്റി റിഫുവിനോട് അയ്യു സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ ഡിറ്റോയെ പറ്റിയല്ലാതെ വേറെന്തെങ്കിലും പറയാമോ എന്ന് റിഫു ചോദിക്കുകയും ചെയ്തു. റിഫു വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ആ മെച്യൂരിറ്റി കാണിക്കുകയും ചെയ്തിരുന്നു. അയ്യയെ അവൻ കുറ്റപ്പെടുത്തിയില്ല. സന്തോഷത്തോടെ അവളോടൊന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അടുത്തൊരു ദിവസം രാത്രിയിൽ ഡിറ്റോയും ഡിലയും തമ്മിൽ ചെറിയ സംസാരങ്ങൾ വന്നു. നീ എന്താ എന്നോട് അകലം കാണിക്കുന്നത് എന്ന് എനിക്കറിയാം. അയ്യോ പറഞ്ഞിട്ടാണ് നീ നിന്റെ കരിയർ തിരഞ്ഞെടുത്തത്, സ്കൂട്ടർ വാങ്ങിയത്, കാർ വാങ്ങിയത് ഒക്കെ എനിക്കറിയാം. എന്നെക്കാളൊക്കെ ഏറെ ഇമ്പോർട്ടന്റ് ആണ് അവൾ നിനക്ക്. നീ സമ്മതിക്കുന്നില്ലെങ്കിലും നിന്റെ ഉള്ളിൽ അവളോട് പ്രണയമുണ്ട്. അവളോട് കോമ്പറ്റ് ചെയ്ത് ജയിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഈ നിമിഷം വരേക്കും. പക്ഷെ ഞാൻ പരാജയപ്പെടുകയാണ്. ഈ 4 കൊല്ലം അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും അവളുടെ പിന്നിൽ നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. നീയുമായി മുമ്പേ ഞാൻ ബ്രേക്കപ്പ് ചെയ്യണമായിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് നിന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച് സ്റ്റെപ്പ് ഓണായി ഞാൻ നിന്നു. നീ എന്റെ ജീവിതത്തിലെ നമ്പർ 1 പേഴ്സൺ ആകണം എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഞാനതിൽ കോൺഫിഡന്റുമായിരുന്നു. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ പിന്മാറുകയാണ്, ഒക്കെ അവസാനിപ്പിക്കുകയാണ്. ഡില അതും പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഡിലയുമായുള്ള ഡിറ്റോയുടെ ബ്രേക്കപ്പ് എന്ന് സംഭവിക്കുകയായിരുന്നു. ഡിറ്റോ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഡിലയെ വിളിച്ച് സോറി പറയണം എന്നൊക്കെ അവന് തോന്നി. കോൾ ചെയ്തെങ്കിലും പെട്ടെന്ന് ആലോചിച്ചവൻ കട്ട് ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയ്യുവിന്റെ ഒരു സീരിയലിലെ എപ്പിസോഡ് യാദർച്ഛികമായി ഡിറ്റോ കണ്ടു. ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ മടിക്കുന്ന ഹീറോവായിരുന്നു അതിൽ അയ്യുവിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. പറയാതിരുന്ന ഒരു പ്രണയവും എതിരെ നിൽക്കുന്ന സ്ത്രീ തിരിച്ചറിയും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. അത് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും എന്നയ്യോ തന്റെ എതിർ കഥാപാത്രത്തോട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ഡിറ്റോയുടെ ഉള്ളിൽ തന്റെ പ്രണയം അയ്യുവിനെ അറിയിക്കണം എന്ന് തോന്നി. അവൻ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനായിരുന്നു അയ്യുവിനെ നേരിൽ കാണണം എന്ന് പറഞ്ഞ് ഡിറ്റോ വന്ന് റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ റെസ്റ്റോറന്റിൽ വെച്ച് ഡിറ്റോക്ക് എതിരിടേണ്ടി വന്നത് റിഫു അവളെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തു എന്ന വാർത്തയായിരുന്നു. റിഫുവിന്റെ പ്രപ്പോസലിൽ അയ്യുവേറെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നു. പറയണോ വേണ്ടയോ എന്ന് ഡിറ്റോ മടിച്ചു നിന്നു. അന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങുമ്പോ അയ്യുവിനോട് തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് പറയണം എന്ന് തന്നെ അവന് തോന്നിയിരുന്നു. പറഞ്ഞ പോലെ എന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയം പോയി, നീ എന്തോ പറയാനല്ലേ വിളിച്ചേ, എന്താ പറയാനുള്ളത് എന്ന് അവൾ തിരക്കി. ആദ്യം പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും അയ്യു നിർബന്ധിച്ചപ്പോ ഇനിയും മറച്ചുവെക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് താനവളെ കഴിഞ്ഞ 12 കൊല്ലമായി പ്രണയിക്കുന്നു എന്ന സത്യം അവളോട് അവൻ വെളിപ്പെടുത്തുകയാണ്. അത് പക്ഷേ അവളെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിനക്കെന്താ വട്ടായോ? നിന്റെ
റിഫുവിന്റെ റിലേ പോയി കിടക്കുവാണോ? എനിക്ക് രാത്രി റിഫുവുമായി മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് പോന്നു. അന്ന് തിരികെ ഡ്രൈവ് ചെയ്ത് പോരുമ്പോ അയുവിന്റെ മനസ്സിൽ മുഴുവൻ ഡിറ്റോ പറഞ്ഞതായിരുന്നു. അവളാകെ കൺഫ്യൂസ്ഡ് ആയി. പിന്നീട് റിഫുവിനെ കണ്ടപ്പോ ഡിറ്റോ തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ അയു അവനോട് സംസാരിച്ചു. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെന്ന ഞാൻ വിശ്വസിച്ചിരുന്നത് മുഴുവൻ. എന്നിട്ട് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞേ. അവനോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എന്റെ വിവാഹകാര്യം വരെ പറഞ്ഞിരുന്നു. നീ പ്രപ്പോസ് ചെയ്തത് പോലും. എന്നിട്ട് അവൻ അപ്പോ അത് പറയുന്നേ. അവൻ എങ്ങനെ മനസ്സ് വന്നു? അയു ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ക്ഷമയോടെ ഒക്കെ റിഫു കേട്ടു. ശേഷം അവൻ പറഞ്ഞു, നിനക്ക് അവനോട് ഉള്ളിൽ സ്നേഹമൊന്നുമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നിന്നെ ഇത്രയും ഹർട്ട് ചെയ്യില്ലായിരുന്നു. അങ്ങനൊന്നുമല്ല. അയു പറയാൻ നോക്കിയപ്പോ റിഫു പറഞ്ഞു, നീ അത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നീ ശ്രദ്ധിക്കാനിട്ടാണ്. നീ മുഴുവൻ സമയവും സംസാരിക്കുന്നത് ഡിറ്റോയെ പറ്റി മാത്രമാണ്. നിന്റെ ജീവിതത്തിലെ ഏതൊരു പ്രധാന കാര്യവും ആദ്യ കാര്യവും ഞാനുള്ളപ്പോഴും അതിനു മുമ്പും നീ ഷെയർ ചെയ്യുന്നത് അവനോടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിന്നെയും ഡിറ്റോയെയും ഒരേപോലെ ഡേറ്റ് ചെയ്യുന്ന പോലെയാ എനിക്ക് അനുഭവപ്പെടാറ്. അത്രയധികം ഡിറ്റോ നമുക്കിടയിലുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനൊരു മൂന്നാമത്തെ മനുഷ്യനായും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നീ നന്നായി ആലോചിക്ക്. എന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ ഡിറ്റോ നമുക്കിടയിൽ എപ്പോഴും സംസാര വിഷയമായി ഉണ്ടാകും എന്നെനിക്കറിയാമായിരുന്നു. അങ്ങനെ ഒന്നുമല്ല. ഞാനിനി അവനെ വിളിക്കില്ല, സംസാരിക്കില്ല. അവനെപ്പറ്റി ഒരു കാര്യം നിന്നോട് പറയില്ല. ഞാൻ പ്രോമിസ് ചെയ്യാം. അയു പറഞ്ഞു. റിഫ മറുപടിയായി പറയാൻ തുടങ്ങി, നീ പ്രോമിസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതുമല്ല. പക്ഷേ നീ ഇതിനെപ്പറ്റി ആലോചിക്കണം. ഒരു തീരുമാനമെടുക്കണം. ഞാൻ എവിടെയും തന്നെ പോകുന്നില്ല. പിന്നീട് അങ്ങോട്ടേക്ക് അയു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓരോന്നിനെയും പറ്റി അവൾ ആലോചിച്ചു. സ്കൂൾ കാലം തൊട്ടേ ഡിറ്റോയെ ഓരോ പെൺകുട്ടികൾ പ്രണയിക്കുമ്പോഴും അവൻ മറ്റു പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുമ്പോഴുമൊക്കെ അവൾ അസ്വസ്ഥയാവാറുണ്ടായിരുന്നു. അതൊക്കെ ഡിറ്റോ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതുകൊണ്ടാണ് എന്നവൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ബാൻഡുങ്ങിലേക്ക് ഡിറ്റോ പഠിക്കാൻ പോയപ്പോ താൻ കരഞ്ഞതിനെപ്പറ്റി പോലും അവൾ ഓർത്തു. നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഇൻസ്ട്രുമെന്റ് വായിക്കുവാൻ ഡിറ്റോയും ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് അവതാരക ചോദ്യം ചോദിച്ചു. കൂട്ടത്തിൽ ആരുമില്ലെങ്കിലും ഡിറ്റോ കൈയുയർത്തിയിരുന്നു. പിന്നാലെ അവതാരക ഡിറ്റോയോട് ലൈഫിനെ പറ്റി തിരക്കി. ആ പ്രണയകഥ പറയാനും പറഞ്ഞു. അയുവിന്റെയും ഡിറ്റോയുടെയും പ്രണയകഥ അവന്റെ പക്ഷത്ത് നിന്ന് അവൻ പറയുകയാണ്. ഓരോ തവണയും അവളെ പ്രപ്പോസ് ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നെന്നും പക്ഷെ അവളുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് താനത് മറച്ചുവെക്കുകയായിരുന്നെന്നും ഒടുവിൽ അവളെ പ്രപ്പോസ് ചെയ്തപ്പോ അവൾ തന്നോട് നോ പറഞ്ഞെന്നും അവൻ ആ പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞു. ആ പ്രോഗ്രാം കണ്ട അയുവിന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നിയിരുന്നു. പതിയെയാണെങ്കിലും തന്റെ ഉള്ളിലെ ഡിറ്റോയോടുള്ള പ്രണയം അയു തിരിച്ചറിഞ്ഞു. ഡിറ്റോയെ കാണുവാൻ അവന്റെ വീട്ടിലേക്ക് അയു ചെന്നെങ്കിലും അവനൊരു പ്രോഗ്രാമിന് പോയിരിക്കുകയായിരുന്നു. ഇതേ സമയം പ്രോഗ്രാമിനായി ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഡിറ്റോ ആകട്ടെ അയുവിന്റെ ഫോട്ടോ ഒരു മാഗസിൻ കവറിൽ കണ്ടു. സന്തോഷത്തോടെയും ദുഃഖത്തോടെയും അവൻ ആ ഫോട്ടോ നോക്കി. ഡിറ്റോയുടെ അന്നത്തെ പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു. പക്ഷെ അവിടെ ഡിറ്റോ പ്രതീക്ഷിക്കാത്ത അതിഥി പ്രോഗ്രാം കാണുവാനെത്തി. അത് അയുവായിരുന്നു. അവരിരുവരും പരിപാടിക്ക് ശേഷം മീറ്റ് ചെയ്ത് സംസാരിച്ചു. പഴയ തമാശയും സൗഹൃദവും അവർക്കിടയിൽ വീണ്ടും പഴയ പോലെ തന്നെ വന്നിരുന്നു. അന്ന് രാത്രിയിൽ ഒട്ടും കാത്തു നിൽക്കാതെ ഡിറ്റോ അയുവിനെ വീണ്ടും പ്രപ്പോസ് ചെയ്തു. നീ ഇത്ര പെട്ടെന്ന് വീണ്ടും പ്രപ്പോസ് ചെയ്യും എന്ന് കരുതിയില്ല എന്ന് അയു അവനോടായി പറഞ്ഞപ്പോൾ ഡിറ്റോ പറഞ്ഞു, നിനക്കിത് പെട്ടെന്നായിരിക്കും. പക്ഷേ എനിക്കിത് 12 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ളതാണ്. ഡിറ്റോയുടെ പ്രപ്പോസൽ സന്തോഷത്തോടെ അയു സ്വീകരിച്ചു. അവർ ചുംബിക്കാനായി പരസ്പരം അടുത്തപ്പോൾ അതൊരു തമാശയായി മാറി. എന്തായാലും ഇരുവരും അത്രമേൽ സന്തോഷത്തിലായിരുന്നു. അധികം വൈകാതെ തന്നെ ഇരുവരുടെയും വിവാഹം നടന്നു. രണ്ടുപേരുടെയും ഫാമിലികളും അതിൽ സന്തോഷിച്ചിരുന്നു. ഇപ്പോൾ കുട്ടികളും ഒക്കെയായി അവർ ഏറെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഡിറ്റോയുടെ വാക്കുകളിൽ ചിലതുകൂടി പറഞ്ഞു വെച്ചാൽ ആദ്യ പ്രണയം എന്നത് ഒരിക്കലും മറക്കാനാവുന്നതല്ല. പ്രത്യേകിച്ചും നിങ്ങൾ പ്രണയിച്ചത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചതും. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം ആ ദൃശ്യങ്ങളോടെ അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.